ഒരു തോൽവിയുടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പറഞ്ഞു ഒരുപാട് സമയമാവുന്നു. ഒരു തോൽവി എനിക്ക്, ഞാൻ രാജസ്ഥാനിൽ വേറെ ചെയ്തിട്ട്, രാജസ്ഥാനിലെ എന്താ അൽവർ എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈവശം 300 രൂപ ഉണ്ടായിരുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, ടിക്കറ്റിന്റെ പണം എടുത്തേച്ച് ബാക്കി പണം അവിടുത്തെ കർത്താവിന്റെ ദാസന് കൊടുത്തേക്കാൻ പറഞ്ഞു. തേർഡ് ക്ലാസ് ടിക്കറ്റിന്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ്, അന്ന് തേർഡ് ക്ലാസ് ടിക്കറ്റ് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു, ടിക്കറ്റിന്റെ പണം എടുത്ത് എന്നാൽ ജമ്മു വരെ പോകണമെങ്കിൽ ഒരു രാത്രിയും ഒരു പകൽ മുഴുവനില്ല, പകലിന് 4 മണിക്കൂറുണ്ട്. ഏതെങ്കിലും എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു 50 രൂപ കയ്യിൽ വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു 50 രൂപയുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് ബാക്കി പണം അദ്ദേഹത്തിന് കൊടുത്തു. പെട്ടെന്ന് ഡൽഹിയിൽ വന്നിറങ്ങി. ഡൽഹിയിൽ ട്രെയിനിൽ വലിയ ബഹളമായിരുന്നു. ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് പോക്കറ്റിലുണ്ടായിരുന്നു, ബാക്കി 50 രൂപ പേഴ്സിലിട്ട് വെച്ചിരിക്കുക. ഈ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പോയ ആരോ അങ്ങ് പോക്കറ്റ് അടിച്ചു. അപ്പൊ ഞാൻ രാവിലെ സമയമാണ്, അത് 3-4 മണിക്ക് ഞാൻ ചെന്നു. അപ്പൊ ചായക്കാരനോട് ഈ പ്ലാറ്റ്ഫോമിൽ ചായക്കാരനുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ചായ തരാമെന്ന്. അപ്പം ചായക്കന്ന് 1 രൂപയായിട്ടാണ് കൊടുക്കേണ്ടത്, 1.5 ഇപ്പം 2 രൂപ. ചായ കുടിച്ചു, പോക്കറ്റിൽ കഴിയുമ്പോൾ പോക്കറ്റ് പണമില്ല, പേഴ്സില്ല. ഞാൻ അവിടെ നിൽക്കുക, ടിക്കറ്റ് ചായ കുടിച്ചു കഴിഞ്ഞു. അവരെന്ത് കൊടുക്കണം, ചായ പണം കൊടുത്തു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ ക്ഷമിക്കണം, നീ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ എനിക്ക് എന്തോ ചെയ്തത്. ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചപ്പം വേറൊരാൾക്ക് വന്ന് പറഞ്ഞു, എന്താ വിഷമിക്കുന്നത്? എന്ന് ഞാൻ പറഞ്ഞു, ഇല്ല. അയാൾ തന്നെ എടുത്തു, ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തില്ലയോ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ പുള്ളിക്കാരന് 5 രൂപ കൊടുത്തു. ഈ ചായയുടെ പൈസ ഇവിടെ നിർത്തേക്കാൻ പറഞ്ഞു. ആ സമയം എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ത്യക്കാരനേത് എന്ന് പറഞ്ഞാൽ ആ വളരെ മോശമായ നിലയിൽ കർത്താവ് ആക്കി എന്നെ പഠിപ്പിച്ചു. ആ ചായക്കാരനെ കൊണ്ട് പണം കൂടെ കർത്താവ് എന്ത് ചെയ്തു, കൊടുപ്പിച്ചു. അപ്പോൾ എന്നെ കർത്താവ് പഠിപ്പിച്ചെന്താണ്? 50 രൂപ മോഷ്ടിക്കാൻ കർത്താവ് പോക്കറ്റടിക്കാരെ കൊണ്ട് പോക്കറ്റ് അടിപ്പിച്ചത് എന്തുകൊണ്ടാണ്? 7 ശമ്പലിനെ വരച്ച വരയിൽ നിർത്തണം. അങ്ങനെയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ.